എറണാകുളം ചേന്നമംഗലത്ത് ഒരു കുടുംബത്തിലെ 3 പേരെ കമ്പിവടി കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി. ഉഷ, വേണു, വിനീഷ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. വിനീഷയുടെ ഭർത്താവ് ജിതിൻ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണ്. അയൽവാസിയായ ഋതുവാണ് ആക്രമണം നടത്തിയത്. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പിടിയിലായ ഋതു ലഹരിക്കടിമയായിരുന്നെന്നാണ് കരുതുന്നത്. പ്രതി മുൻപും സമീപത്തെ വീടുകളിൽ കമ്പിവടിയുമായി എത്തി പ്രശ്നമുണ്ടാക്കിയിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു. അതെ, ഞങ്ങളുടെ പൂച്ചനൊന്ന് തല്ലേണ്. എന്താണ് പൂച്ച ഇവിടെ കിടക്കണം, എന്റെ വീട്ടിൽ കിടക്കണ പൂച്ചേട്ടാ. ചേട്ടൻ ഇപ്പൊ ഇവിടെ ഒന്ന് തല്ലുണ്ടാക്കണേ. വീടിന്റെ അകത്ത് ഇതേ ഇവിടെ കിടക്കണത്. അതെ, ഇപ്പൊ പൂച്ച ഇപ്പൊ പട്ടിയുടെ വരുമ്പോ ഞാൻ ഇപ്പൊ ഇവിടെ വന്ന് ഒച്ചപ്പ ഉണ്ടാക്കണത്. തല്ലാൻ വന്നേക്കാണ്, തല്ലാൻ. അതെ അതെ, ഇവിടെ ഒരു വീട്ടിലും പോവാത്ത പട്ടിയാണ്. ആരുടെ ആവശ്യം കേട്ടാ? അതെ, ഞങ്ങളുടെ പൂച്ചനൊന്ന് തല്ലേണ്. എന്താണ് പൂച്ച ഇവിടെ കിടക്കണം, എന്റെ വീട്ടിൽ കിടക്കണ പൂച്ചേട്ടാ. ചേട്ടൻ ഇപ്പൊ ഇവിടെ ഒന്ന് തല്ലുണ്ടാക്കണേ. വീടിന്റെ അകത്ത് ഇതേ ഇവിടെ കിടക്കണത്. അതെ, ഇപ്പൊ പൂച്ച ഇപ്പൊ പട്ടിയുടെ വരുമ്പോ ഞാൻ ഇപ്പൊ ഇവിടെ വന്ന് ഒച്ചപ്പ ഉണ്ടാക്കണത്. തല്ലാൻ വന്നേക്കാണ്, തല്ലാൻ. കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി ആസിഫ് മുഹമ്മദും സാന്ദ്ര സേനനും ചേരുന്നു. ആദ്യം ആസിഫിലേക്കാണ്. ആസിഫ്, അതിക്രൂര കൊലപാതകം എന്നല്ലാതെ മറ്റൊന്നും വിശേഷിപ്പിക്കാനില്ലേ? പോലീസും നാട്ടുകാരും എല്ലാം പറയുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരുപാട് ക്രിമിനൽ പശ്ചാത്തലമുള്ള മറ്റു പല കേസുകളിലും പ്രതിയായ ഉള്ള ഒരാൾ ഋതു. ഇപ്പോൾ ഋതു കസ്റ്റഡിയിലായിരിക്കുന്നു. പോലീസ് നൽകുന്ന കൂടുതൽ വിവരങ്ങൾ എന്താണ്? ഒപ്പം ചികിത്സയിലുള്ള ജിതിന്റെ ആരോഗ്യനില എങ്ങനെയാണ്? ഏറ്റവും പുതിയ വിവരങ്ങൾ. തീർച്ചയായും ഏറ്റവും ആദ്യം നമുക്ക് പറയാനുള്ളത് ചികിത്സയിലുള്ള ജിതിൻ്റെ കാര്യമാണ്. ജിതിൻ വെന്റിലേറ്ററിൽ തന്നെയാണ് ജിതിനുള്ളത്. അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് ജിതിൻ ഇപ്പോഴും ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിൽ തുടരുന്നത്. എന്തായാലും ഡോക്ടർമാർ കൃത്യമായി നിരീക്ഷിച്ച് വരികയാണ്. അതീവ ഗുരുതരാവസ്ഥയാണ് എന്നുള്ള കാര്യമാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇന്ന് വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ക്രൂരമായ ഒരു ആക്രമണം ഉണ്ടായത്. വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിൽ ഒരു വീട്ടിലേക്ക് കമ്പിവടിയും കത്തിയുമായി എത്തി. കമ്പിവടി കൊണ്ട് ആ വീട്ടിലെ 4 പേരെ, 6 പേരായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നത്. 2 കുട്ടികൾ ഒഴികെയുള്ള ബാക്കി 4 പേരെയും കമ്പിവടി കൊണ്ട് ക്രൂരമായി അടിച്ചു കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതിൽ ഈ പ്രതിയായ ഋതു നിരന്തരം ലഹരി കേസുകളിലടക്കം പ്രതിയായിരുന്ന ആളാണ്. ഈ ഋതുവിനെതിരെ വീട്ടുകാരടക്കം പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവർ ഈ മറ്റൊരു സ്ഥലത്തു നിന്ന് ഈ ജിതിനും കുടുംബവും ഇങ്ങോട്ട് പുതിയതായി വീട് വാങ്ങി താമസമായ ആളുകളാണ്. അടുത്തിടെയാണ് അതിൻ്റെ വീട് താമസവും മറ്റു കാര്യങ്ങളും എല്ലാം നടന്നത്. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി പോകുന്ന ഒരു കുടുംബമായിരുന്നു. പക്ഷേ ഋതു പല വീടുകളിലും, സമീപത്തെ പല വീടുകളിലും ഋതു എത്തി പ്രശ്നമുണ്ടാക്കാറുണ്ടായിരുന്നു. നമുക്ക് ദൃശ്യങ്ങൾ അല്പം മുമ്പ് പുറത്തു വന്ന ദൃശ്യങ്ങളടക്കം അത് സമാനമായ രീതിയിൽ മറ്റൊരു വീട്ടിൽ കയറി ഇതുപോലെ പ്രശ്നമുണ്ടാക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് നമുക്ക് പുറത്തു വന്നത്. അങ്ങനെ പല തരത്തിൽ പ്രശ്നങ്ങൾ ആ പ്രദേശം കേന്ദ്രീകരിച്ച് ഈ ഋതു നടത്തിക്കൊണ്ട് വന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിനൊപ്പമാണ് ഇന്ന് സമാനമായ രീതിയിൽ പെട്ടെന്നുണ്ടായ കാരണം എന്തായാലും വ്യക്തമല്ല. കാരണം ആ വീട്ടിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും അതിക്രൂരമായി ആക്രമിക്കപ്പെട്ടു, 2 കുട്ടികൾ ഒഴികെ. വിവരങ്ങൾ പോലും എന്താണ് ഇന്നത്തെ ആക്രമണത്തിൻ്റെ വിവരങ്ങൾ പോലും എന്ന് പങ്കുവെക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ആ വീട്ടിൽ ഉണ്ടായിരുന്ന ജിതിൻ എന്ന് പറഞ്ഞ യുവാവ് ചികിത്സയിൽ തുടരുന്നത്. ഈ 3 പേരാണ് ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിട്ടുള്ളത്. വേണു, വിനീഷ, ഉഷ എന്നിവർ മരണത്തിന് കീഴടങ്ങി. ഈ ഉഷ ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു എന്നാണ് ദൃക്സാക്ഷികളടക്കം പറയുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പൂർണ്ണമായ രീതിയിൽ രക്തത്തിൽ കുളിച്ച അവസ്ഥയിലാണ് ആ വീട്ടിൽ നിന്ന് ഈ 4 പേരെയും പുറത്തേക്ക് എത്തിച്ചത്. നാട്ടുകാരെത്തി അവിടെ നിന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്ന സമയത്ത് തന്നെ ഉഷ അത് ജീവനില്ലാത്ത സാഹചര്യമായിരുന്നു. പിന്നീട് വേണുവും വിനീഷയും ഈ ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും അവരുടെയും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. തലയ്ക്കടക്കം ഗുരുതരമായ പരിക്കേറ്റ അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. പലരുടെയും കഴുത്തിനടക്കം വലിയ രീതിയിൽ ഈ കമ്പിവടി കൊണ്ടുള്ള ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോൾ ചികിത്സ തുടർന്ന ജിതിനും അതിഗുരുതരാവസ്ഥയിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഈ ഒരു വീട്ടിൽ CCTV അടക്കം സ്ഥാപിച്ചിരുന്നു. ഒരുപക്ഷെ അതടക്കമുള്ള കാര്യങ്ങൾ അത് ഈ ഋതുവിനെതിരെ നേരത്തെ പരാതി വരുന്ന സാഹചര്യത്തിൽ അതടക്കം നിരീക്ഷിക്കാനാണോ എന്നുള്ള സംശയം അടക്കമുണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം പോലീസ് പരീക്ഷിച്ച് വരികയാണ്. സമാനമായ രീതിയിൽ മുമ്പ് പല കേസുകളിലും ഇത്തരത്തിലുള്ളൊരു ആക്രമണം ഉണ്ടായ ഒരു പശ്ചാത്തലം കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ ആക്രമണത്തിന് ശേഷം ഋതു തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെ. ബൈക്കിലെത്തി പോലീസ് സ്റ്റേഷനിലെത്തി ഈ കീഴടങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഈ വീട്ടിലുണ്ടായിരുന്ന
2 കുട്ടികൾ അവരാണ് പിന്നീട് ഈ ബന്ധുക്കളെ അടക്കമുള്ളവരെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കുന്നത്. ആ കുട്ടികൾ മറ്റൊരു റൂമിലായതിനാൽ കുട്ടികൾക്ക് നേരെ ആക്രമണം ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ ഒരു അക്രമ സംഭവത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് അവരുടെയും ജീവൻ രക്ഷപ്പെട്ടതെന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും ഈ ഒരു ഋതുവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ തന്നെ പല കേസുകളിൽ പ്രതിയായപ്പെട്ട ആളാണ്. ലഹരി ഉപയോഗം ഉണ്ട് എന്ന വലിയ രീതിയിൽ പരാതി ഉള്ള ആളാണ്. പല വീടുകളിലും കയറി സമാനമായ രീതിയിൽ അക്രമ സ്വഭാവം ഉണ്ടാക്കുന്ന ആളാണ്. നമുക്ക് അറിയാം, നേരത്തെ പുറത്തു വന്ന ദൃശ്യങ്ങളടക്കം കമ്പിവടിയുമായി നിൽക്കുന്ന ഋതുവിനെ നമ്മൾ കണ്ടതാണ്. ഇത് സ്വാഭാവികമായി നമ്മളുടെ കഴിഞ്ഞ ബുള്ളറ്റിനുകൾ റിപ്പോർട്ട് ചെയ്ത സമയത്താണ് ആ ദൃശ്യങ്ങൾ ഈ ഇവിടുത്തെ ജനപ്രതിനിധികളടക്കം ചൂണ്ടിക്കാണിച്ചത്. അവരും അത് ഒരുപക്ഷെ ഇന്നുണ്ടായ ആ ഒരു സംഭവത്തിന് പിന്നാലെയുള്ള ദൃശ്യങ്ങളാണ് എന്നാണ് അവരും ധരിച്ചിരുന്നത്. പക്ഷേ അത് സമാനമായ രീതിയിൽ മറ്റൊരു ദിവസം മറ്റൊരു വീട്ടിൽ ഇതുപോലെ ഉണ്ടായ ഒരു പ്രശ്നമാണ്. അന്നും ആ ഋതുവിൻ്റെ കയ്യിൽ കമ്പിവടി ഉള്ളത് നമുക്ക് ശ്രദ്ധയിൽ പെടും. അങ്ങനെ അക്രമ സ്വഭാവം ഉള്ള ആളായി തന്നെയാണ് ഇയാൾ പലതവണയായി ഇടപെട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ലഹരി കേസിൽ അടക്കം പ്രതിയായിരുന്ന ഒരാൾ, അങ്ങനെ ഈ സമീപത്തെ വീടുകളിൽ കയറി നിരന്തരം അക്രമം ഉണ്ടായിക്കൊണ്ടിരുന്ന ആൾ എന്ന് തന്നെയാണ് പോലീസും ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഈ പെട്ടെന്നുണ്ടായ ആക്രമണത്തിന് കാരണങ്ങളടക്കം പരിശോധിച്ച് വരുന്നു. ഋതുവിൻ്റെ വിശദമായ ചോദ്യം ചെയ്യൽ ഉന്നത ഉദ്യോഗസ്ഥരടക്കം എത്തി നാളെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ മരിച്ചവരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി പോസ്റ്റ്മോർട്ടം നടപടികളടക്കം പൂർത്തിയാക്കിയായിരിക്കും നാളെ ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. അത് ബന്ധുക്കളുടെ കൂടിയാലോചിച്ച് മാത്രമേ മറ്റ് സംസ്കാര നടപടികളടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും അതിദാരുണമായ ഒരു കൊലപാതകമാണ് ഉണ്ടായിട്ടുള്ളത്. വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിൽ ഒരു കുടുംബത്തിലെ 4 പേരെ ക്രൂരമായി ആക്രമിക്കുന്നു. 3 പേരുടെ ജീവൻ നഷ്ടപ്പെടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ആ ആക്രമണത്തിന് ശേഷം അവിടെ നിന്ന് നാട്ടുകാർ പകർത്തിയ ദൃശ്യങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. അവസാന ശ്വാസത്തിനായി അവർ പിടയുന്ന ദൃശ്യങ്ങളടക്കമാണ് പുറത്തു വന്നത്. നാട്ടുകാർ ഈ നാട്ടുകാർക്ക് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരാനോ മറ്റ് വാഹനങ്ങൾ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയവർ വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും 3 പേരുടെയും ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ഇതിൽ കുറച്ചെങ്കിലും ഭേദപ്പെട്ട നിലയിലുണ്ടായിരുന്നത് ജിതിനാണ്. അതുകൊണ്ടാണ് ജിതിനെ വിദഗ്ധ ചികിത്സയ്ക്കായി ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ് ജിതിൻ്റെയും അവസ്ഥ.